എല്ലാവർക്കും നമസ്കാരം. എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? എനിക്ക് ഇന്നലെ വളരെ മോശപ്പെട്ട ഒരു ദിവസമായിരുന്നു. രാവിലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു ഗ്ലൂമി ഫീലിംഗ് ഒക്കെ ആയിരുന്നു എന്നൊക്കെ. വൈകുന്നേരം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇന്നത്തെ ലൈവ് എനിക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. കാരണം ഞാൻ വൈകുന്നേരം എൻ്റെ അമ്മയും കൊണ്ട് ഒന്ന് അമ്പലത്തിലേക്ക് പോയി, ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ തൊഴുതിറങ്ങി ഓട്ടോയിൽ കയറാൻ വേണ്ടിയിട്ട് റോഡിലേക്ക് ഇറങ്ങിയതാണ്. ഞാൻ ഒരു നിമിഷം ഒന്ന് മാറിയപ്പോൾ അമ്മയ്ക്ക് കാലിന് കുറച്ച് പ്രോബ്ലം, നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ കൈ പിടിച്ചിട്ടൊക്കെ സ്റ്റെപ്പൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് കൈയൊക്കെ പിടിക്കണം. നടക്കാൻ ബുദ്ധിമുട്ടെന്നല്ല, സ്റ്റെപ്പൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് കൈ പിടിക്കണം. ഫുട്പാത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങും. ഫുട്പാത്ത് എത്ര ഹൈറ്റ് തന്നെ ഉണ്ടാവും. ഫുട്പാത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്തോ ഒരു നിമിഷം ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞതാണ്. ഒരു ക്ഷമയില്ലായ്മ അമ്മ കാണിച്ചു. ഞാൻ താഴേക്ക് ഇറങ്ങാൻ വെയിറ്റ് ചെയ്യാതെ അമ്മ പെട്ടെന്ന് ഫുട്പാത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. ഈ റോഡ് ഡിവൈഡർ പോലെ ഈ റെഡ് കളറിലൊരു ഇതുണ്ടാവില്ലേ, ആ സാധനം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഡിവൈഡർ പോലൊരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ബലം ഉണ്ടാവും വിചാരിച്ചിട്ട് അതുമേ പിടിച്ചിട്ടാണ് അമ്മ ഇറങ്ങാൻ ശ്രമിച്ചത്. അത് നേരെ ഇങ്ങോട്ട് മറിഞ്ഞു. എനിക്ക് പിടിക്കാൻ പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് അമ്മ അങ്ങ് സ്ലിപ്പായിപ്പോയി. ഞാൻ പിടിച്ചു, പക്ഷേ കയ്യിൽ നിന്ന് സ്ലിപ്പായിപ്പോയി. അമ്മ സ്വല്പം വെയിറ്റുള്ള ആളാണ്. നേരെ വീണത് മലന്നാണ് വീണത്. ചരിഞ്ഞിട്ട് പിന്നീട് മലന്ന് കുത്തിയടിച്ചങ്ങ് വീണു. എല്ലാവരും റോഡിലേക്കാണ് വീണത്. ദൈവം സഹായിച്ച് വണ്ടിയൊന്നും കയറിയില്ല. എൻ്റെ നല്ല ജീവനങ്ങ് പോയി സത്യം പറഞ്ഞാൽ. ആൾക്കാരൊക്കെ ഓടിക്കൂടി എണീപ്പിച്ചപ്പോൾ തന്നെ അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് ഓൾറെഡി ഒരു ഷോൾഡർ ഡിസ്ലൊക്കേറ്റഡ് ആണ്. അതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കാരണം അമ്മ അപ്പം തന്നെ പറഞ്ഞു, ലെഫ്റ്റ് ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആയിട്ടുണ്ട് മോളെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾ ഫുള്ള് നനഞ്ഞു. അപ്പോൾ മഴയുണ്ടായിരുന്നു. അപ്പോൾ ആൾ വീട്ടിൽ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ തന്നെ 7:45 മണിയായിട്ടുണ്ടായിരുന്നു വൈകിട്ട്. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, എമർജൻസിയിൽ കൊണ്ടുപോയി. നോക്കിയപ്പോൾ എക്സ്റേ എടുത്തപ്പോഴേക്കും ഡിസ്ലൊക്കേറ്റഡ് ആണ്. പിന്നെ അതിൻ്റെ പുറകിലായിരുന്നു. എല്ലാം കഴിഞ്ഞ് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ 12:30 കഴിഞ്ഞു രാത്രി ആകെ. അപ്പോൾ രാവിലെ എണീറ്റ് ഇന്ന് ഒരു ലൈവ് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. റെക്കോർഡിംഗ് ആണെങ്കിൽ ഞാൻ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും അങ്ങ് ചെയ്യും. അതുകൊണ്ടാണ് ഇന്ന് റെക്കോർഡിംഗ് മാത്രം ഇടുന്ന. ലൈവ് വരാമെന്നുള്ളത് ക്ഷമിക്കുക കേട്ടോ. അതേപോലെ നാളെ ലൈവ് വരുന്ന കാര്യവും ഡൗട്ടാണ്. ഞാൻ നോക്കട്ടെ, അമ്മ ഒന്ന് സെറ്റിലാക്കിയിട്ട് വേണം. നല്ല പെയിൻ ഉണ്ട്, അപ്പോൾ എല്ലാം ചെയ്തു കൊടുക്കണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. കാലും വേദനയുണ്ട്, കാലും കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ആ കാലൊരു പ്രോബ്ലം ഉള്ളതാണ്. ആ കാലും ഒന്ന് നല്ല നീരൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഹെൽപ്പ് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോസും ചിലപ്പോൾ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു വരില്ല, ക്ഷമിക്കുക. ലൈവ് ഞാൻ പറയാം കേട്ടോ. മെമ്പേഴ്സും ക്ഷമിക്കുക. ഈ ഫ്രൈഡേ പറ്റുമോയെന്ന് അറിയില്ല. ഞാൻ മാക്സിമം നോക്കാം. അമ്മ ഓക്കെ ആണ് എന്നുള്ള സ്ഥിതിയാണ്, വേദനയൊക്കെ കുറഞ്ഞു എന്നുള്ള സ്ഥിതിയാണെങ്കിൽ ഞാൻ നാളെ മെസ്സേജ് ഇടാം കേട്ടോ. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നാളെ മെസ്സേജ് ഇടാം, അല്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ പറയാം. ഓക്കെ, ക്ഷമിക്കുക കേട്ടോ. ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്. ദൈവം സഹായിച്ച് വേറെ പരിക്കുകളൊന്നും പറ്റിയില്ല. ഇതല്ലാതെ ദേഹത്ത് വേറെ തലയടിക്കോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ദൈവം സഹായിച്ചു അവിടെ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്നും അവരുടെ മെസ്സേജസ് നിങ്ങൾക്കുള്ളത് നോക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം, നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ അവർക്ക് എന്ത് മെസ്സേജ് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് എന്ത് പറയണം എന്നാണ് അവരാഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് കുറേ നാൾ മുന്നേ നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വേറെ കുറേ ആൾക്കാർ കണക്റ്റ് ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് അതൊന്നുകൂടെ നോക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ചേഞ്ചസ് അഡീഷണലായിട്ട് ഇവർക്ക് എന്തെങ്കിലും നിങ്ങളുടെ അടുത്തൊന്ന് കേൾക്കണോ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈം റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആയിക്കൊള്ളണമെന്നില്ല. എത്രത്തോളം റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക കേട്ടോ. ബാക്കി അങ്ങ് വിട്ട് കളയുക. ഓക്കെ, നോക്കാം. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? വാട്ട് ഡു ദേ വാണ്ട് ടു ഹിയർ ഫ്രം മൈ വ്യൂവേഴ്സ്? വാട്ട് ഡസ്
my viewers person want to hear from my viewers. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എന്ത് മെസ്സേജ് കിട്ടണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നൊന്ന് പറഞ്ഞു തരൂ. നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചോളൂ. എടുക്കണേ. സ്ട്രെങ്ത്. ഓക്കെ, ഇന്ന് കെൽറ്റിക് റോസ് ഒന്നും വേണ്ട, നമുക്ക് ഡയറക്റ്റ് തന്നെ നോക്കാം. ഓക്കെ, 4 of Swords, 4 of Wands, obviously, Judgment, 6 of Pentacles. നിങ്ങൾക്ക് തന്നെ കുറേ കാർഡ്സ് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? King of Wands, Temperance, 4 of Cups, Page of Pentacles, 10 of Pentacles. Oh, ഇത് വന്നില്ലെങ്കിലേ ഉള്ളൂ. Lovers, 9 of Pentacles. കുറേ ഞാൻ എടുത്തു കേട്ടോ. ഇത് കൂടുതൽ വേണമെങ്കിൽ സമയം പോലെ നമുക്ക് ചെയ്യാം. ഓക്കെ, കുറച്ച് നോക്കിയിട്ട് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് സമയമുണ്ടെങ്കിൽ ഞാൻ എടുക്കാം. ഇപ്പോൾ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്താണെന്നറിയോ എൻ്റെ കയ്യിൽ? 2 of Cups. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്താ വേണ്ടതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യത്തെ കാർഡ് വെച്ചിട്ട് അവർ ആഗ്രഹിക്കുന്നു നിങ്ങൾ അവരോട് ക്ഷമിച്ചു എന്ന് പറയണം എന്ന് കേട്ടോ. നിങ്ങൾ അവരുടെ തെറ്റ് നിങ്ങൾ ക്ഷമിച്ചു എന്ന് പറയണം എന്നാണ് അവർ ആദ്യം ആഗ്രഹിക്കുന്നത്. രണ്ടാമത്, നിങ്ങളും അവരെ പോലെ തന്നെ സ്ട്രെസ്ഡ് ആണ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ. അതായത് ഇതെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കണ്ടീഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് അവരുമായിട്ട് ഷെയർ ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് റിലേഷൻഷിപ്പിൽ അവർ അറിയാത്ത എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരറിയുന്ന പ്രോബ്ലം ആണെങ്കിലും അതിനെപ്പറ്റി അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യണം. അനാവശ്യമായി സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കാതെ ആ സ്ട്രെസ്സ് എന്ത് തന്നെ ആയാലും അത് അവരോട് കൂടി ഷെയർ ചെയ്യണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ചിലർ നിങ്ങൾ അവരെ ഒന്ന് പ്രപ്പോസ് ചെയ്യണം, കല്യാണം കഴിക്കാമോ എന്ന് ചോദിക്കണം, അല്ലെങ്കിൽ ഒരു ലവ് പ്രപ്പോസൽ നിങ്ങൾ അങ്ങോട്ട് ചെയ്യണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നു. ഓക്കെ, നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റ് അവർക്ക് കൊടുക്കണം എന്നൊക്കെ അവരാഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളൊരു ഐ ലവ് യു പറയണം, അല്ലെങ്കിൽ വിൽ യു മാരി മീ പറയണം, അങ്ങനെയൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കൊരു കുടുംബമാവാമോ എന്ന് നിങ്ങൾ ചോദിക്കണം എന്നൊക്കെ ഇവരാഗ്രഹിക്കുന്നു കേട്ടോ. അതേപോലെ നിങ്ങളും അവരും തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്ന് നിങ്ങൾ ഫീൽ ചെയ്യുന്നു എന്നും നിങ്ങൾ അവരോട് പറയണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കങ്ങനെ തോന്നാറുണ്ട്, നിങ്ങളൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് അവർക്ക് തോന്നാറുണ്ട്. അത് നിങ്ങൾക്കും തോന്നാറുണ്ടെങ്കിൽ അത് അവരോട് ഷെയർ ചെയ്യണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. അതേപോലെ അവരുമായി ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്താം എന്ന് നിങ്ങൾ പറയണം. അതായത് സ്നേഹം അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾ പറയണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്ത് കാണും. അപ്പോൾ ആ സ്നേഹം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയാമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റ് ചിലർക്ക് നിങ്ങൾ ഒരു ഫൈനാൻഷ്യൽ സ്ട്രഗിളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവരുടെ അടുത്ത് സഹായം ചോദിക്കുന്നില്ല എന്നവർ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ അടുത്ത് സഹായം ചോദിക്കണം, അവരുടെ സഹായം നിങ്ങൾ സ്വീകരിക്കണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ഇങ്ങോട്ട് വന്നത് പറയാൻ മടിയാണ്. ഫൈനാൻഷ്യൽ ഹെൽപ്പ് വേണമെന്നുള്ളത് നിങ്ങൾ അവരോട് അഭ്യർത്ഥിക്കണം എന്നവർ അഭ്യർത്ഥിക്കണമെന്നല്ല, ആവശ്യപ്പെടണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾ അവരുമായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആണ് എന്ന് നിങ്ങൾ അവരുടെ അടുത്ത് പറയണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ അവർ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരാളായിരിക്കണം. ഓക്കെ, അവരുടെ ജോലിയിലൊക്കെ പ്രാഗൽഭ്യമുള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ കാണാൻ വളരെ നല്ലൊരു ആളായിരിക്കണം. ഓക്കെ,
അപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ നല്ല ക്വാളിറ്റീസ് എന്തൊക്കെയുണ്ടോ, അവരുടെ നല്ല വശങ്ങളുണ്ടല്ലോ, അല്ല നിങ്ങൾ സുന്ദരനാണ്, സുന്ദരിയാണ്, അല്ലെങ്കിൽ എന്ത് നല്ല സംസാരമാണ്, നിങ്ങൾ എത്ര കഴിവുള്ള ആളാണ് എന്നൊക്കെ ഒരു കോംപ്ലിമെൻറ്റ് നിങ്ങൾ അവർക്ക് കൊടുക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ നിങ്ങൾ പറയണം നിങ്ങൾക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണെന്ന്, അത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. അതേപോലെ നിങ്ങൾ അവരുമായിട്ട് ഒരു ഈക്വൽ ബാലൻസിലെത്തണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരു സ്പിരിച്വൽ ഗ്രൂപ്പിലൊക്കെ മെമ്പേഴ്സൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. അങ്ങനെ നിങ്ങൾ തമ്മിൽ കാണുന്നുണ്ടാവും, സംസാരിക്കുന്നുണ്ടാവില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇവരാഗ്രഹിക്കുന്ന നിങ്ങൾ അവരുമായിട്ടൊന്ന് സംസാരിക്കണം, കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തൊരു ബാലൻസിലെത്താം എന്ന് നിങ്ങൾ പറയണം എന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ട് പോയി സംസാരിക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവരാഗ്രഹിക്കുന്നത് നിങ്ങൾ അവരെ മിസ് ചെയ്യുന്നു എന്ന് നിങ്ങൾ പറയണം. ഓക്കെ, ഐ മിസ് യു എന്ന് നിങ്ങൾ പറയണമെന്നും ഇവരാഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ നിങ്ങൾ അവരോട് ചോദിക്കണം, ഞാൻ ഇടയ്ക്ക് മെസ്സേജൊക്കെ അയച്ചോട്ടെ, നിങ്ങൾ അവർക്ക് മെസ്സേജൊക്കെ അയച്ചോട്ടെ എന്ന് നിങ്ങൾ അവരോട് ചോദിക്കണമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു മെസ്സേജ് അയക്കണം എന്ന് ഇവരാഗ്രഹിക്കുന്നുണ്ട്. ആ മെസ്സേജിൽ ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ഫോട്ടോ ഇവർക്ക് അയച്ചു കൊടുക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ കാണണം എപ്പോഴും, അതും നിങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ. ഒന്നുകിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ അവർക്ക് അയച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ ഒരു ഫോട്ടോ നിങ്ങൾ ആവശ്യപ്പെടണം എന്നും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ എപ്പോഴും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഫോട്ടോ ഞാൻ എടുത്തോട്ടെ, അല്ലെങ്കിൽ എനിക്ക് കിട്ടുമോ എന്ന് നിങ്ങൾ ചോദിക്കണം എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ നിങ്ങൾ അവർക്കൊരു ഫാമിലി സ്റ്റെബിലിറ്റി ഓഫർ ചെയ്യണം എന്നും ഇവർ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു പ്രപ്പോസൽ തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഫാമിലിയായി നമുക്ക് ഒരുമിച്ച് ഇരിക്കാം, സ്റ്റേബിളായിട്ടൊരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾ അവരോട് പറയണമെന്നവർ ആഗ്രഹിക്കുന്നു. ഓക്കെ. അതേപോലെ ലവേഴ്സ് കാർഡ് വെച്ചിട്ട് നമുക്കറിയാം എന്താണെന്ന്. നിങ്ങൾ അവരുടെ ഒരു ട്വിൻ ഫ്ലെയിമാണ്, സോൾമേറ്റ് ആണ് എന്നൊക്കെ നിങ്ങൾ പറയണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ബേസിക്കലി ഐ ലവ് യു പറയണം, അത്ര തന്നെ. ഓക്കെ. നിങ്ങൾക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് നിങ്ങൾ പറയണം എന്ന് അവരാഗ്രഹിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു കമൻറ്റ് വായിച്ചിരുന്നു, ഞാനതിന് റിപ്ലൈ ചെയ്യാൻ വിട്ടുപോയി കേട്ടോ. ഒരു ആൾ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ സോറി, ഞാൻ ഇതിന് പൊതുവേ ഞാൻ റിപ്ലൈ തരാറുണ്ട് സ്പെസിഫിക് ക്വസ്റ്റ്യൻസിന്. അത് വളരെ വാലിഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ട്വിൻ ഫ്ലെയിംസ് മാനിഫെസ്റ്റ് ചെയ്യാൻ പാടുമോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ. ട്വിൻ ഫ്ലെയിംസ് മാനിഫെസ്റ്റ് ചെയ്യുന്നതിൽ കൊണ്ട് യാതൊരു തെറ്റുമില്ല. കാരണം എല്ലാവർക്കും അറിയില്ല നിങ്ങൾ ട്വിൻ ഫ്ലെയിംസ് ആണോ അല്ലയോ എന്നുള്ളത്. നമുക്ക് കൺഫർമേഷൻ എടുത്താലേ അറിയുള്ളൂ അല്ലേ. അങ്ങനെയാണെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ട്വിൻ ഫ്ലെയിംസിൻ്റെ കാര്യത്തിൽ മാനിഫെസ്റ്റേഷനേക്കാളും സെൽഫ് ഹീലിംഗ് ആണ് പ്രധാനം. മാനിഫെസ്റ്റ് ചെയ്തത് കൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. അത് നടക്കാതിരിക്കാമെന്നുള്ള കാര്യമാണ്. ട്വിൻ ഫ്ലെയിംസ് ഒരുമിച്ച് വരണമെങ്കിൽ ഹീൽ ചെയ്തേ പറ്റൂ. ഹീലിംഗ് ആണ് അവിടെ, സെൽഫ് ഹീലിംഗ് ആണ് ഓരോ പകുതിയും. അതായത് ട്വിൻ ഫ്ലെയിം എന്ന് പറയുമ്പോൾ ഒരു സോള് 2 പകുതിയായിട്ട് മാറുന്നതാണ് അല്ലേ. നിങ്ങൾ ഒരേ സോളിൻ്റെ 2 ഭാഗമാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ 2 പേരും ഹീലായാൽ മാത്രമേ അതൊരു യൂണിയനിൽ വരികയുള്ളൂ. അതുകൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ, ഇപ്പോൾ ചിലരൊക്കെ പറയും അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നല്ല. മാനിഫെസ്റ്റേഷനേക്കാളും നിങ്ങൾക്ക് ഫലപ്രദമാവുന്നത് ഹീലിംഗ് ആണ്. അത്രയേ ഉള്ളൂ അവിടെ വ്യത്യാസം. മാനിഫെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റോ കുറ്റമോ ഒന്നുമില്ല കേട്ടോ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ലോകത്തിൽ എല്ലാവർക്കും എല്ലാം മാനിഫെസ്റ്റ് ചെയ്യാം. ഓക്കെ. നിങ്ങൾ ഒരേ സോൾ ആയതുകൊണ്ട് ഹീല് ചെയ്താൽ മാത്രമേ അത് അട്രാക്റ്റ് ആവുള്ളൂ. മനസ്സിലായില്ലേ? അതായത് ലൈക്ക് പോൾസ് റിപ്പൽ എന്ന് പറയില്ലേ, അതുപോലെയാണ് ട്വിൻ ഫ്ലെയിംസ് തമ്മിലൊരു സെപ്പറേഷൻ തീർച്ചയായിട്ടും അത് വളരെ പെയിൻഫുൾ ജേർണിയാണ് ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് കേട്ടോ. അതെപ്പോഴും റിപ്പൽ ആയിക്കൊണ്ടിരിക്കും. അത് ഹീലായാൽ മാത്രമേ ഒന്നിച്ച് ചേരുകയുള്ളൂ കേട്ടോ. വളരെ പെയിൻഫുൾ ജേർണിയാണ് ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത്. മാനിഫെസ്റ്റ് ചെയ്തതുകൊണ്ട് ഒരു തെറ്റുമില്ല. ഓക്കെ. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. അടുത്തത് നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആവണമെന്നവർ ആഗ്രഹിക്കുന്നു കേട്ടോ. അതായത് നിങ്ങൾ സമ്പാദിക്കുന്നുണ്ട്, നിങ്ങളുടെ ജോലി നന്നായി പോകുന്നുണ്ട്, നിങ്ങൾ നിങ്ങളെ തന്നെ നന്നായി, അതെന്ന് വെച്ചാൽ അവർ നിങ്ങളെപ്പറ്റി ബോധേഡാണ് എന്നാണ് അർത്ഥം. നിങ്ങൾ സുഖമായി ഇരിക്കുന്നു, നിങ്ങൾ നന്നായി സമ്പാദിക്കുന്നു, നിങ്ങൾ ഹാപ്പിയായിരിക്കുന്നു,
നിങ്ങൾ നിങ്ങളെ തന്നെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ അവരോട് പറയണം എന്നാണ് അവരാഗ്രഹിക്കുന്നത്. എത്ര നല്ല കാര്യമാണല്ലേ. നിങ്ങളെപ്പറ്റി അവർ വളരെ ബോധേഡാണ് കേട്ടോ. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കാം നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നന്നായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു, സേഫായിരിക്കുന്നു എന്ന് നിങ്ങൾ അവരോട് പറയണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സേഫ്റ്റി അറിയാൻ അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ. അതേപോലെ അതായത് അവർ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും ഹൗ ആർ യു, എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ടാവും. അതിനൊരു മറുപടി അവർ പ്രതീക്ഷിക്കുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ. അതേപോലെ ഒരു റീയൂണിയനിൽ വരാം എന്ന് നിങ്ങൾ പറയണം എന്നും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പരസ്പര സ്നേഹമുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും നിങ്ങൾ പറയണം. ഒരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് ഒക്കെ തന്നെ അവിടെ നമ്മൾ മെയിനായിട്ട് കാണുന്നത്. അതേപോലെ ഒരു റീയൂണിയൻ നമ്മൾ തമ്മിലൊന്ന് കണ്ടാലോ സംസാരിച്ചാലോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കണമെന്ന് അവർ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ എനർജി അല്ലേ. ഇന്ന് ഒന്നും നെഗറ്റീവ്സ് ഇതുവരെയും കണ്ടില്ല. കൂടുതൽ കാർഡ്സ് നോക്കാം നമുക്ക്. ഡിവൈൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരോട് എന്താണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണോട് എന്ത് പറയണമെന്നാണ് ഒരാൾ ആഗ്രഹിക്കുന്നത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരിൽ നിന്നും എന്ത് മെസ്സേജ് കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ. 4 of Pentacles, Queen of Cups, High Priestess, Queen of Pentacles. ലവേഴ്സ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് വേറെ ഡെക്കാണ്. ലവേഴ്സ്. കൂടുതൽ പേരും ആലോചിക്കുന്നത് എന്താണെന്ന് ഇപ്പം മനസ്സിലായല്ലോ. അതേപോലെ ക്വീൻ ഓഫ് സ്വാർഡ്സ്. ക്വീൻ ഓഫ് സ്വാർഡ്സ് അത് ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ടേ ഞാൻ പറയുള്ളൂ. ഒരേ ഒരു കാർഡ് കൂടെ എടുക്കാം കേട്ടോ. റിപ്പീറ്റഡ് കാർഡ്സ് വരുവാണെങ്കിൽ ഞാൻ വേറെ കാർഡ് എടുക്കാം. Give me some other message. Divine message എനിക്ക് ഓൾറെഡി കിട്ടി. Give me some other message. Okay, the moon. എനിക്ക് ക്വീൻ ഓഫ് സ്വാർഡ്സ് ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. ക്ലാരിഫൈ ക്വീൻ ഓഫ് സ്വാർഡ്സ്. ക്ലാരിഫൈ ക്വീൻ ഓഫ് സ്വാർഡ്സ്. ലവേഴ്സും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്താലോ. ലവേഴ്സിൽ പ്രത്യേകിച്ച് എന്താ പറയേണ്ടതെന്ന് നോക്കാം. ഓക്കെ. 6 of Swords മനസ്സിലായി എന്താണെന്ന്. ക്ലാരിഫൈ ലവേഴ്സ്. ക്ലാരിഫൈ ലവേഴ്സ്. ലവേഴ്സിന് പ്രത്യേകിച്ച് ഓൾറെഡി നമുക്ക് മെസ്സേജ് കിട്ടിയായിരുന്നു ഡിവൈൻ. ലവേഴ്സിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് വരും. അവരെന്താണ് കൂടുതലായും പറയാൻ ആഗ്രഹിക്കുന്നത് ലവേഴ്സിനെ കുറിച്ച്. ഏസ് ഓഫ് കപ്സ്. അത് തന്നെയാണ് അവർക്ക്. അത് മാത്രം കേട്ടാൽ മതി. നിങ്ങൾക്ക് അവരോട് ഒരുപാട് ഓവർവെൽമിങ് രീതിയിൽ ഇഷ്ടമാണ് എന്നാണ് അവർക്ക് കേൾക്കേണ്ടത്. നിങ്ങൾ അവരെ പറ്റി പൊസസീവാണ് എന്ന് പറയണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നു കേട്ടോ. സ്നേഹം തന്നെയാണ് അവിടെ കാണിക്കുന്നത് അല്ലേ. അതേപോലെ നിങ്ങൾ അവരെ ആരുമായും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയണം എന്നും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അവരെക്കുറിച്ച് ഹൈലി ഇമോഷണലാണ് എന്നും, അതായത് നിങ്ങൾക്ക് അവരെ വിട്ടിരിക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ പറയണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഹൈ പ്രീസ്റ്റസ് വെച്ചിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, അവരുടെ നല്ലതിന് വേണ്ടി പ്രവർത്തിക്കാറുണ്ട് എന്നും പറയണം എന്നും അവരാഗ്രഹിക്കുന്നു. അതുപോലെ അവരുടെ മനസ്സ് നിങ്ങൾക്ക് ദൂരെ ഇരുന്നിട്ടായാലും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പറയണം എന്നും അവർ കരുതുന്നുണ്ട്. അതായത് ഇൻറ്റ്യൂഷൻസ് നിങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള ഇൻറ്റ്യൂഷൻസ് കിട്ടാറുണ്ട്. അപ്പോൾ അവർക്കൊന്നും സുഖമില്ല അവിടെ, നിങ്ങൾ ഇവിടെ ഇരുന്നറിയും, അങ്ങനെയുള്ളൊരു രീതി. അങ്ങനെ അവരെ പ്രതി നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ് ആണ് എന്നും പറയണം എന്നും ഇവർ കരുതുന്നുണ്ട്. അതേപോലെ ഫൈനാൻഷ്യൽ കാര്യങ്ങളിൽ നിങ്ങൾ അവരെ ഉപദേശിക്കണം എന്നും അവർ കരുതുന്നുണ്ട് കേട്ടോ. അവർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഈ പൈസ റിലേറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അങ്ങനത്തെ എന്തെങ്കിലും കാര്യം, ആ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ അവരെ ഉപദേശിക്കണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ അവരുടെ ഹസ്ബൻഡോ വൈഫോ എന്നുള്ള രീതിയിൽ അവരെ, അല്ലെങ്കിൽ ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാം, നിങ്ങൾ അവരെ ആ ഒരു കാര്യത്തിലും കൂടി ഹെൽപ്പ് ചെയ്യണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ലവേഴ്സ് കാർഡാണ് അടുത്തത് വീണ്ടും കിട്ടിയത്. അവിടെ ഐ ലവ് യു തന്നെയാണ് നിങ്ങൾ പറയേണ്ടത്. അതുപോലെ ഏസ് ഓഫ് കപ്സ് ആണ് അതിനെ ക്ലാരിഫൈ ചെയ്തത്.
ഏസ് ഓഫ് കപ്സ് പറയുമ്പോൾ ഓവർവെൽമിങ് രീതിയിൽ നിങ്ങൾക്ക് അവരോട് സ്നേഹം തോന്നുന്നു എന്ന് നിങ്ങൾ അവരുടെ അടുത്ത് പറയണം. വെറുതെ ഒരു ഐ ലവ് യു അല്ല, ഈ ലോകത്തിലേക്കും വെച്ച് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ അവരോട് പറയണം. ആ ലെവലിൽ സ്നേഹമുണ്ടെന്ന് നിങ്ങൾ പറയണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ക്വീൻ ഓഫ് സ്വാർട്സ് വെച്ച് ഞാൻ ക്ലാരിഫൈ ചെയ്തു നോക്കി. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ ആ തേർഡ് പാർട്ടിയെ വിട്ട് പോകാം എന്ന് പറയണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. തേർഡ് പാർട്ടിയിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോകും എന്ന് നിങ്ങൾ ഇവരെ അറിയിക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതേപോലെ മൂൺ വെച്ചിട്ട് നിങ്ങൾ അവരെ പ്രതി കുറച്ച് ഇൻസെക്യൂർ ആണ്, നിങ്ങൾ അവരെ പിരിഞ്ഞിരിക്കുന്നതിൽ നിങ്ങൾക്ക് സങ്കടമുണ്ട് എന്നും നിങ്ങൾ പറയണം എന്നിവർ വളരെ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, ബ്യൂട്ടിഫുൾ ഫീലിങ്സ് അല്ലേ? ഫീലിങ്സ് അല്ല, നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ അവർ മനസ്സിൽ ആഗ്രഹിക്കുന്നതാണ്. ഫീലിങ്സ് തന്നെയാണ് അവരുടെ. ഈ ഡെക്കിനും കൂടെ 1-2 കാർഡ് എടുക്കാം. ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ അടുത്ത് എന്ത് പറയണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു തരൂ. What do they want to hear from my viewers? 2-3 കാർഡ് കൂടെ എടുക്കാം. 3 തന്നെ വന്നതുകൊണ്ട് ഞാൻ വേറെ കാർഡ് എടുക്കുകയാണ്. ഡെവിൾ, നിങ്ങൾ അവരെ പ്രതി ഒബ്സെസ്ഡ് ആണ് എന്ന് പറയണം എന്ന് ആഗ്രഹിക്കുന്നു. അതായത് ഇവരുടെ ചിന്തകൾ നിങ്ങൾക്ക് നിർത്താൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ അവരുടെ അടുത്ത് പറയണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു. ഓക്കെ, വീണ്ടും ഏസ് ഓഫ് കപ്സ് വന്നു. അപ്പോൾ ഇവർക്ക് എന്താ വേണ്ടത്, ഇനി എന്ത് രീതിയിലാണ് നിങ്ങൾ സ്നേഹം പറയേണ്ടത് അല്ലേ? ഏസ് ഓഫ് കപ്സ് വീണ്ടും വന്നു. അത് ലവ് റിലേറ്റഡ് കാർഡായതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഓക്കെ, ഓൾറെഡി വന്നതാണ് നമുക്ക് ഏസ് ഓഫ് കപ്സ്. ഓക്കെ, പിന്നെ വേറെ എന്താണ്? 10 ഓഫ് പെൻഡക്കിൾസ്, നിങ്ങൾ അവരുമായി ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന് നിങ്ങൾ പറയണം. നിങ്ങളൊരു സ്റ്റെബിലിറ്റി അവർക്ക് കൊടുക്കാമെന്ന് പറയണം. ഒരു സ്റ്റേബിൾ ഫാമിലി നമുക്ക് ഫോം ചെയ്യാമെന്ന് നിങ്ങൾ പറയണം എന്ന് ഇവരാഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും അതേ കാർഡ്സാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് കേട്ടോ. വേറെ കാർഡ്സ് എടുക്കാൻ നോക്കാം. വേറെ കാർഡ്സ് തരൂ ഡിവൈൻ, വേറെ കാർഡ്സ് തരൂ. ഓൾറെഡി തന്ന മെസ്സേജസ് എനിക്ക് വേണ്ട. ഇപ്പം താഴെ വീണ ഒരു കാർഡ് 2 ഓഫ് കപ്സ് ആയിരുന്നു. അവർക്ക് വേറെ ഒന്നും പറയണ്ട, ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. ക്വീൻ ഓഫ് കപ്സ്, വീണ്ടും അതേ കാർഡ്സ് വരുന്നു. ഞാൻ വിട്ടേക്കട്ടെ എന്നാൽ. കാർഡ്സ് ഇതൊക്കെ തന്നെയാണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. കാരണം റിപ്പീറ്റഡ് കാർഡ്സ് വീണ്ടും വരുന്നു. അപ്പോൾ അത് എടുക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഓക്കെ, നല്ല കാര്യങ്ങളല്ലേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തൊന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ പറയൂ, ഇന്നതൊക്കെയാണ് പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നു. നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് പറയൂ ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം സബ്സ്ക്രിപ്ഷനാണ് നമ്മൾ തമ്മിലുള്ള ലിങ്ക്. ഞാനും നിങ്ങളും തമ്മിലൊരു ലിങ്ക് ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്ഷൻ വരികയുള്ളൂ കേട്ടോ. കാരണം എനിക്ക് നിങ്ങളുടെ പേഴ്സണെ അറിയില്ല അല്ലേ. ഞാൻ നിങ്ങളിൽ ത്രൂ ആണ് നിങ്ങളുടെ പേഴ്സണെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യുന്നവർ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആക്ടിവേറ്റ് ആവുകയാണെങ്കിൽ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണേ. കാരണം കുറച്ചുകൂടെ വ്യൂവർഷിപ്പ് നമുക്ക് കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദയവായി അതൊന്ന് ചെയ്തു തരിക. വേറെ എന്താണ്, അപ്പോൾ ഈ ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലം വന്നതുകൊണ്ടാണ് ലൈവ് ക്യാൻസലായി പോയത്. അടുത്ത ലൈവ് എന്നാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ തന്നെ പറയാം കേട്ടോ. വീഡിയോസ് ഞാൻ കഴിയുന്നതും പോസ്റ്റ് ചെയ്യാൻ നോക്കും. ലേറ്റ് നൈറ്റ് ഇരുന്നിട്ടായാലും ഞാനൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഇടാൻ ശ്രമിക്കാം. ഓക്കെ, ക്ഷമിക്കുക അതുവരെ. ഓക്കെ, അപ്പോൾ അടുത്ത് തന്നെ മറ്റൊരു നല്ല റീഡിങ്ങുമായിട്ട് നമുക്ക് കാണാം. ഹാപ്പി ആയിരിക്കുക, സേഫായിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.